ഹലോ. ഇപ്പം എല്ലാവരും വിചാരിക്കണ്ടാവും ഞാൻ എവിടെ പോയിരുന്നു. എൻ്റെ പൊന്നോ, വളരെയധികം കയോട്ടിക്കായ ഡൽഹിയുടെ ഒരു ഭാഗത്താണ് ഞാൻ വന്നിറങ്ങിയതെന്ന് ഞാൻ തിരിച്ചറിഞ്ഞപ്പോഴേക്കും ഒരു ഉച്ചയായിരുന്നു. അതുകൊണ്ടുണ്ടായ വളരെ വലിയൊരു പൈസ നഷ്ടത്തിന് ശേഷം ഇപ്പോൾ ചെറുതായിട്ടൊന്ന് നിവർന്ന് നിന്ന് നല്ലൊരു ലിവിങ് സെറ്റപ്പിലേക്ക് മാറി ഇപ്പോൾ ഒന്ന് ലെവലായിട്ടേ ഉള്ളൂ. ഓൾമോസ്റ്റ് 2 ദിവസമായിട്ട് ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇപ്പോൾ ആദ്യമായിട്ട് നമ്മളൊരു സ്ഥലം കാണാൻ പോവാണ്, ഇന്ത്യ ഗേറ്റ്. ഇപ്പോൾ ഇവിടെ ഏറെക്കുറെ ഒരു 7 മണി ആവാറായിട്ടുണ്ട് വൈകുന്നേരം. ഇപ്പം ഞാനുള്ളത് ഡൽഹിയിലെ മെട്രോയായ ഡൽഹി എയർപോർട്ട് മെട്രോയിലാണ്. അവിടുത്തെ എയ്റോ സിറ്റി എന്നുള്ള സ്റ്റേഷനിൽ നിന്ന് ന്യൂഡൽഹിക്ക് പോകുന്ന ട്രാമിൽ കയറാനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇത് ഭയങ്കര കായോട്ടിക്കായിരുന്നു നമ്മുടെ ഇവിടുത്തെ ഇത്രയും നാളത്തെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി വിഷമം തോന്നിയ ഒരു സിറ്റുവേഷനാണ്. കാരണം സീരിയസ്ലി ലാസ്റ്റ് ടൈം ഐ സോ എ പേഴ്സൺ ഇൻ ഇൻസ്റ്റഗ്രാം കമൻറ്റിങ് അബൌട്ട് പീപ്പിൾ ഇൻ ഇന്ത്യ സ്കാമിങ് ഫോർ മണി. ഞാനതിനോട് ഒരുപാട് റോങ്ങായിട്ട് പ്രതികരിച്ചു എന്നുള്ളത് എനിക്ക് മനസ്സിലാവാൻ വേണ്ടി ആയിരിക്കാം ദൈവം എനിക്ക് തന്നെ ഒരു എക്സാമ്പിൾ ഉണ്ടാക്കി തന്നത്. ഞാനിവിടെ എയർപോർട്ടിൽ വന്നിറങ്ങി അവിടുത്തെ വൈഫൈ യൂസ് ചെയ്യാൻ, അത് ഏറ്റവും വലിയൊരു റോങ് ആയിട്ടുള്ളൊരു രീതിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തു കേട്ടോ. ഫസ്റ്റ് തിങ്, ഞാൻ വേൾഡിൽ എവിടെയും കണ്ടിട്ടില്ല, ഞാൻ ഒത്തിരി ദിവസം പോയിട്ടുള്ള ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല വൈഫൈ കണക്ട് ചെയ്യാൻ നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്ത് ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് അതിനൊരു പാസ്വേഡ് ഉണ്ടാക്കി അങ്ങനെ കണക്ട് ചെയ്യേണ്ട ഗതികേടൊന്നും ഒരു സ്ഥലത്തും. ഈവൻ ഞങ്ങൾ പോയൊരു ലോക്കൽ ഒരു എയർപോർട്ട് ഉണ്ടായിരുന്നു, അവിടെ പോലും നമുക്ക് അത്ര ഒരു അവസ്ഥ വന്നില്ല. ഇവിടെ പാസ്പോർട്ടുമായിട്ട് വന്ന് നമ്മൾ എക്സിറ്റിൻ്റെ ഏറെക്കുറെ, അതായത് ബാഗേജും വാങ്ങി അതിന് ശേഷം വന്ന് നമ്മുടെ പാസ്പോർട്ട് സ്കാൻ ചെയ്തതിന് ശേഷം മാത്രമാണ് നമുക്ക് കിട്ടുള്ളൂ വൈഫൈക്കുള്ള പാസ്വേഡും അതിൻ്റെ ഡീറ്റെയിൽസും. അത് ഭയങ്കര ഹൊറിബിൾ സിറ്റുവേഷൻ ആയിരുന്നു. കാരണം നമ്മളിങ്ങോട്ടേക്ക് നാട്ടിലേക്ക് ആദ്യമായിട്ട് വരുന്ന കാരണം എനിക്ക് സത്യമായിട്ട് അറിയണ്ടായിരുന്നില്ല എന്താണ് പ്രോസസ്സ് എന്നുള്ളത്. ഇവിടെ വന്നിറങ്ങി നമ്മൾ ഇമിഗ്രേഷനും കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് എല്ലാം കണ്ട് പറക്കി താഴെ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും വൈഫൈ ആണല്ലോ, വൈഫൈക്ക് വേണ്ടി ഓടിപ്പറഞ്ഞ് അവിടെ നിന്നൊരു 15 മിനിറ്റ് അതിന് വേണ്ടി എന്നെ വൈഫൈ കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഒരാളുടെ വൈഫൈ കണക്റ്റായി മറ്റേ ആളുടെ വൈഫൈ കണക്റ്റ് ആവുന്നില്ല. അതിനുശേഷം നമ്മൾ പിന്നെയും വന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു സിറ്റുവേഷനിലേക്ക് ആയപ്പോഴത്തേക്കും 61 ഇപ്പോൾ കാനഡയിലെ പൈസയ്ക്ക് വാല്യൂ. $1 61 രൂപയാണ് കനേഡിയൻ മണി റേറ്റ്. നമ്മളവിടെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ നമുക്ക് 55 രൂപയ്ക്കാണ് കിട്ടിയത്. അതായത് 6 രൂപ $1 വെച്ച് എനിക്ക് നഷ്ടം വെച്ച് ഞാൻ കുറച്ച് പൈസ എടുത്തു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് ഞാൻ എയർപോർട്ടിൽ നിന്ന് തന്നെ എൻ്റെ ഇതെടുക്കാമെന്ന് വിചാരിച്ചു, ഞാൻ സിം എടുക്കാമെന്ന് വിചാരിച്ചു. എയർടെലിൻ്റെ ബൂത്തുണ്ടായിരുന്നു, അവിടെ പോയി ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു നിങ്ങൾ ഇന്ത്യൻ പാസ്പോർട്ടുള്ള ആൾക്കാരാണെങ്കിൽ പുറത്തുനിന്ന് എടുക്കുന്നതാണ് നല്ലത്, അങ്ങനെയാകുമ്പോൾ നിങ്ങൾക്ക് ഒത്തിരി പൈസ വരില്ല എന്ന് പറഞ്ഞു. ഇനി അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് പിന്നെ ആ ഇൻ്റർനെറ്റിനെ യൂസ് ചെയ്ത് അവിടെ ഇരുന്ന് തന്നെ തപ്പി 2 ഹോട്ടലൊക്കെ കണ്ടുപിടിച്ചു. ഒരിക്കലും ബുക്ക് ചെയ്യാതെ ഡൽഹിയിലേക്ക് വരരുത്. അതുപോലെ തന്നെ ഒരിക്കലും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അതിനും കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. നെവർ എവർ ട്രസ്റ്റ് ദീസ് ഫോട്ടോസ്. ഇവർ ഫോട്ടോയിലൊന്ന് കഴിക്കും, ഉള്ളിലായിട്ട് ചെല്ലുമ്പോൾ വളരെ വൃത്തികെട്ടെന്ന് പറഞ്ഞാൽ വൃത്തിയാക്കാത്ത ഹോട്ടൽ റൂംസ് 2000-3000 രൂപയ്ക്കാണ് അവർ ആവശ്യപ്പെടുന്നത്. അത്രയും കുറഞ്ഞ ക്വാളിറ്റിയിലുള്ള റൂംസ്. അത് ഭയങ്കര ഹേർട്ട്ഫുള്ളായിരുന്നു കേട്ടോ. ഇനി അത് പോട്ടെ, നമ്മൾ ആദ്യം തന്നെ അപ്പം വൈഫൈ കണക്ട് ചെയ്ത് റൂം നോക്കി ഒരു ഹോട്ടലിൽ നമ്മൾ തീരുമാനിച്ചു. എന്നിട്ട് നമ്മൾ ആ ഹോട്ടലിലേക്ക് പോവാം. ഹോട്ടലിലേക്ക് പോയപ്പോൾ നമ്മുടെ കയ്യിൽ വൈഫൈയും ഫോണും ഒന്നും ഇല്ലാത്ത കാരണം നമ്മളവിടെ ഫ്രണ്ടിൽ കണ്ടൊരു പ്രീപെയ്ഡ് ടാക്സിയിൽ കയറി 4 കിലോമീറ്റർ വരാൻ 300 രൂപ കൊടുത്തു. ഞാൻ 4 കിലോമീറ്റർ എൻ്റെ ലഗേജായിട്ട് വരാൻ വേണ്ടി 300 രൂപ കൊടുത്ത് വന്നു. എന്നിട്ട് എനിക്ക് തോന്നുന്നു മെട്രോ വരുന്നുണ്ടെന്ന് തോന്നുന്നു. ബാക്കി കഥ പിന്നെ പറയാം.
ശേഷം ട്രെയിനിൻ്റെ ഒരു സെറ്റപ്പാണ്. ബാക്ക്വേർഡ്സ് ആണ് പോകുന്നത്. വിച്ച് ഈസ് ഫണി ബിക്കോസ് ഇത് ഭയങ്കര ഫാസ്റ്റാണെന്നാണ് എൻ്റെ ഒരു നിഗമനം. നമുക്ക് 3 സ്റ്റോപ്പാണ് പോകാനല്ലേ. ന്യൂഡൽഹി സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് അടുത്ത ഒരു ട്രാം എടുത്തിട്ട് വേണം നമുക്ക് ഇന്ത്യ ഗേറ്റ് കാണാൻ പോകാൻ. എന്നിട്ട് അതിനുശേഷം നമുക്ക് വേറെ സ്പെഷ്യൽ സ്ഥലത്ത് പോകാനായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചേക്കണേ. അപ്പോൾ നമ്മൾ ആ കഥ പറയാം. അതിനുശേഷം നമ്മൾ ആ ഒരു വണ്ടിക്കകത്ത് കയറിയിരുന്നു. അയാളുടെ പേര് എനിക്ക് അറിയില്ല, അയാളുടെ വണ്ടി നമ്പർ ഒന്നും അറിയില്ല. അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേനെ. ഈ ആള് നമ്മളെ അയാളിങ്ങനെ കയറിയിരുന്നപ്പോൾ തന്നെ തുടങ്ങി, നിങ്ങൾ ഹോട്ടൽ ബുക്ക് ചെയ്തോ, നിങ്ങൾക്ക് ഹോട്ടലിൽ ഞാൻ കാണിച്ചു തരാം. വായോ വൃത്തിയായിട്ട ഹോട്ടലായിരിക്കും, അതായത് തെറ്റായ കാര്യങ്ങൾക്ക് വേണ്ടി ആൾക്കാർ പോകുന്ന ഹോട്ടലിലായിരിക്കും. ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്ത് എങ്ങനെയാണ് അതൊക്കെ പറയുക എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു എന്തായാലും സാറില്ല, നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലത്ത് തന്നെ പോവാം എന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോവാം കേട്ടോ. അപ്പോൾ അയാളോട് ഒത്തിരി പറഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. അയാൾ എന്ത് ചെയ്ത് അയാൾ പോകില്ല. എന്നിട്ട് പോയി റോഡിനെ നടുക്ക് ഒരു ഭയങ്കര വൃത്തിയായിട്ടൊരു സ്ഥലത്ത് കൊണ്ട് നിർത്തിയിട്ട് അയാളോട് ഇതുണ്ടോ ഇവിടുന്ന് റൈറ്റ് പോകാനാണ് പറയണേ. ഇനി ഇവിടെ റൈറ്റ് പോകാനൊരു മാർഗ്ഗമില്ല, ഞാൻ എവിടേക്ക് പോകാനാ, എന്തായാലും സാറില്ല, നിങ്ങൾക്ക് ഞാൻ വേറെ നല്ല ഹോട്ടൽ കാണിച്ചു തന്നു. അയാൾ ആദ്യം കൊണ്ടുപോയി ഈ ഒരു പട്ടിക്കാട്ട് സ്ഥലത്ത് 2500 രൂപയിൽ കുറയാത്ത റൂമില്ലാന്നാണ് അയാൾ സ്ഥാപീകരിക്കാൻ നോക്കണേ. അയാൾ നമ്മളെ കൊണ്ടുപോയ ആദ്യത്തെ റൂമെന്ന് പറഞ്ഞാൽ നല്ല റൂമാണെന്ന് വെച്ചാൽ ഇറ്റ് വാസ് ഓക്കെ, ബട്ട് 2500 രൂപയുടെ റൂമില്ലാതെ 2500 ഞങ്ങൾ പറഞ്ഞു നമുക്കത് ഇഷ്ടപ്പെട്ടിട്ടില്ല, നമ്മൾ വേറെ സ്ഥലത്തേക്ക് പോയിട്ട് നമുക്ക് റൂമുകളെടുക്കാം എന്നുള്ള രീതിയിലേക്ക് മാറി. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി വീണ്ടും വേറൊരു സ്ഥലത്തേക്ക് പോയി. അപ്പോൾ പറഞ്ഞ് പൈസ കുറയ്ക്കാം, അങ്ങനെയുള്ള സ്ഥലമാണിത്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അവിടെ ചെന്നപ്പോൾ ഭയങ്കര വൃത്തികെട്ടതെന്നൊക്കെ പറഞ്ഞ് അത്രയും വൃത്തികെട്ടൊരു സിറ്റുവേഷൻ. അതിനുശേഷം നമ്മൾ അത് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞു. അവസാനം അയാളുടെ മുഖമൊക്കെ മാറാൻ തുടങ്ങി. ഞാൻ എന്നിട്ട് അപ്പോൾ ഫ്രണ്ടിലൊരു കട കണ്ടപ്പോൾ അവർ പോയി നോക്കിയപ്പോൾ അവർ 2000 രൂപ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ശരി, ഞാൻ ഇറക്കി വെച്ചു, ഇതെല്ലാം ഇറക്കി വെച്ച് ഞാൻ പറഞ്ഞു റൂമിലത് ഷീറ്റ് മാറ്റി തന്നെ വൃത്തിയാക്കി തരണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ വൃത്തിയാക്കി തരാമല്ലോ, ഷീറ്റ് മാറ്റി തരാമല്ലോ എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് ഞങ്ങളെല്ലാം കൂടെ ഒരു കൊച്ചല്ല അത് ഞാൻ ഇറങ്ങി വന്നു. അപ്പോൾ തന്നെ കാരണം നമുക്ക് ശരിക്കും മനസ്സിൽ നമ്മുടെ കയ്യിൽ ഫോണില്ലാത്തതുകൊണ്ടാണ് ഈ കളിയെല്ലാം കളിച്ചത് അയാളെന്ന് മനസ്സിലായതുകൊണ്ട് നമ്മൾ നേരെ ഇറങ്ങി ഫോണിൻ്റെ സെറ്റപ്പ് ചെയ്യാൻ പോയി. എല്ലായിടത്തും ഈ എന്തോ ഉടുപ്പ് കളറിൻ്റെ വ്യത്യാസമാണോ അതോ നമ്മൾ എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല, ഇവർ ഭയങ്കര ചാർജാണ് പറയുന്നത്. ഒരു ഇൻ്റർനാഷണൽ അഡാപ്റ്ററിന് 350 രൂപ, ഒരു ഫോൺ റീചാർജ് ചെയ്യാൻ 600 രൂപ, അങ്ങനെ പൈസ ഒരു കഥയില്ലാത്ത രീതിയിലാണ്. ഒരു ബിരിയാണിക്ക് 400 രൂപ ഒക്കെ ഉള്ള സ്ഥലങ്ങളുണ്ടാവും. പക്ഷെ എന്നാലും ഒരു മര്യാദയില്ലാത്ത രീതിയിൽ പൈസ നമ്മളിൽ മേടിക്കുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അയാളെ പറ്റിച്ച കാരണം നമ്മുടെ അതിന് നിസ്സാരമായിട്ട് 2500 രൂപ അങ്ങോട്ട് ഇറങ്ങി. അതായത് നമ്മളൊരു ടാക്സിയിൽ വിശ്വസിച്ച് കയറി ഇരുന്നിട്ട് അയാൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുപോകാതെ നടു റൂട്ടിൽ കൊണ്ടു നിർത്തിയിട്ട് ഇതല്ല സ്ഥലം, ഇങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്ന് പറഞ്ഞിട്ട് നമ്മളെ കൊണ്ടുപോയി വേറെ ഏതൊക്കെയോ അയാൾക്ക് കമ്മീഷൻ കിട്ടുന്ന ഹോട്ടലിൽ കൊണ്ടുപോയി അവിടെയാണ് ഈ വൃത്തികേട് എന്നൊക്കെ പറഞ്ഞാൽ അട്ടർ വൃത്തികേട്. അതൊന്നും ടൈൽസ് ഇടാൻ പോലും അവർ എന്നിട്ട് അയാൾ തുറന്ന് കാണിക്കാം. നിങ്ങൾ മുറുക്കുന്നവരാണെങ്കിൽ പാൻ തുപ്പാനുള്ള മാർഗമുണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്ക് ദൈവമേ ശബ്ദിക്കാറ് പോന്നിട്ട് ജീവിതത്തിൽ ഞാൻ ഇത്രയും വൃത്തിയായിട്ടൊരു ഹോട്ടൽ എന്ന് പറഞ്ഞ സംഭവം ഞാൻ കണ്ടിട്ടേ ഇല്ല. അത്രയും ഫ്ലോപ്പ് സിറ്റുവേഷൻ. അവസാനം നമ്മൾ ഈ റൂമിൽ കയറിട്ടോ. ആ റൂമിൽ ചെന്നപ്പോഴത്തേക്കും അവർ ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടൊന്നും അവർ ചെയ്തിരുന്നില്ല. നമ്മളൊന്ന് ഫുഡ് കഴിക്കാൻ പുറത്തേക്ക് പോയിട്ട് തിരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾ പറഞ്ഞു, എന്നിട്ട് അവർ റൂമിലേക്ക് വരുന്നില്ല, ക്ലീൻ ചെയ്തില്ല, ഒന്നും ചെയ്തില്ല. അത് കഴിഞ്ഞ് പിന്നെയും ഫോൺ വിളിച്ച് പറഞ്ഞു. അപ്പോൾ അയാൾ വന്നിട്ട് വീണ്ടും അതുപോലെ തന്നെ വൃത്തികെട്ട, അതായത് ലിറ്ററലി ബ്ലഡ് സ്റ്റെയിൻസ്, കറിയുടെ സ്റ്റെയിൻസ്, ഇതൊക്കെ എല്ലാ ഡ്രസ്സ് ആണെങ്കിൽ പോലും നമ്മൾ വെയർ ചെയ്യില്ല. അപ്പം ലിറ്ററലി ഒന്ന് ആലോചിക്കുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഉറങ്ങേണ്ട വരുന്ന അവസ്ഥ. അതും 25 hours ഫ്ലൈറ്റ് എടുത്തിട്ട് വന്നൊരു മനുഷ്യനാണെന്ന് ആലോചിക്കണം. അത്രയും ടയേർഡെന്നൊക്കെ പറഞ്ഞ് രക്ഷയില്ലാത്ത രീതിയിൽ നമ്മൾ ടയേർഡായിട്ട്. അതിനുശേഷം നമ്മൾ അവിടെ ചെന്ന് പുറത്തിറങ്ങി തപ്പാൻ തുടങ്ങി.
ഒത്തിരി ഹോട്ടലുകളുണ്ട്. ഈ ഹോട്ടലെല്ലാം തപ്പി 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 ഒത്തിരി എന്ന് പറഞ്ഞാൽ ലിറ്ററലി ഒരു വഴി ഫുള്ള് ഹോട്ടൽ മാത്രം. അതായത് ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് ദില്ലി എയറോസിറ്റിക്ക് അടുത്താണ്. അതുപോലെ തന്നെ ഈ പറഞ്ഞ എയർപോർട്ടിനോട് വളരെ അടുത്തായിട്ടാണ്. അങ്ങനെ ഈ എല്ലാ കാരണം കൊണ്ടും ഒത്തിരി ഹോട്ടൽ എന്ന് പറഞ്ഞാൽ ഫുൾ ഹോട്ടൽ മാത്രം. അതായത് ഒരു റെസ്റ്റോറൻ്റ് ഇല്ല, ഒരു കടകളൊന്നും വേറെ ഒന്നുമില്ല. അതായത് നമുക്കിപ്പോൾ ലേഡീസിൻ്റെ ചെറിയ ചെറിയ ഐറ്റംസ് ഉണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കടകളില്ല, ഒന്നുമില്ല. താഴത്തെ നിലയിൽ ഒരു ഹോട്ടലും മുകളിലത്തെ നിലയിൽ കുറേ റൂംസുമായിട്ട് ഹോട്ടൽസ് മാത്രം, ലിറ്ററലി ഹോട്ടൽസ് മാത്രം. നടന്ന് മനുഷ്യൻ്റെ ഇഴപ്പ് തിരിഞ്ഞെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരക്ഷയില്ല. അവസാനം ഒരുപാട് റൂം തപ്പി 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 നമ്മളൊരു, അതായത് നമുക്ക് 1250 റുപ്യക്ക് ഒരു ഇച്ചിരി ഉള്ളിലായിട്ട് വൃത്തിയുള്ളൊരു റൂം അവസാനം നമുക്ക് കിട്ടി. അവിടത്തേക്ക് മാറി നമ്മൾ പിറ്റേ ദിവസം മാറാൻ വേണ്ടി ചെന്നപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങൾ ക്രീലാൻ എത്തണം. എൻ്റെ കസേരയിൽ പോലും ബ്ലഡ് സ്റ്റെയിൻസും അത് നമുക്ക് അത്രയും, ഞാൻ ഫോട്ടോ എടുക്കാൻ എനിക്ക് എത്ര അറപ്പ് വന്നിട്ട് എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുമ്പോൾ നോക്കാനും ഒരു അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. എനിക്കത് കുളിക്കാൻ പോലും പറ്റാതെ ഞാൻ വിഷമിച്ചു ഇത്രയും ലോങ് ഫ്ലൈറ്റിന് ശേഷം. അതിനുശേഷം ഞാൻ ഈ പുതിയ ഇവിടേക്ക് വന്നപ്പോഴത്തേക്കും പിന്നെ അടുത്ത പ്രശ്നമായി. നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്ന കാശ് എന്ന് പറഞ്ഞാൽ ഇവിടേക്ക് വരുമ്പോൾ ശരിയാണോ അന്വേഷിച്ചിട്ട് വരണമായിരുന്നു, എന്നാൽ പോലും ഇത്രയൊക്കെ പ്രശ്നം ഉണ്ടാവുമെന്ന് അറിയില്ലായിരുന്നു. നമ്മൾ കുറച്ച് ക്യാഷൊക്കെ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ക്യാഷ് എല്ലാം കൂടെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ആദ്യം പൈസ എടുത്തത്. ഞാൻ ഈ വാവ് എടുക്കണം എന്താണെന്നറിയോ, ഇപ്പോഴും ഞാൻ കാനഡയിലെ ടൈമിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഈ സമയത്തൊക്കെ പോകുമ്പോൾ ഞാൻ കുപ്പിറ്റ് ഉറങ്ങണ സമയമാണ്. അത് കാരണം എൻ്റെ കണ്ണൊക്കെ ചുവന്ന് ഇങ്ങനെ വായും പൊളിച്ച് കണ്ണിലെനിക്ക് ആ ഒരു വെയിറ്റ് എനിക്ക് ഫീൽ ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു കാരണവശാലും കയ്യിൽ ക്യാഷ് കയ്യിൽ വെക്കാതെ നമ്മൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. മെയിൻലി ഞാൻ പറയാം, നമ്മളുടെ വീട്ടിലായിട്ടൊക്കെ പോകുന്നവർക്ക് പ്രശ്നമില്ല. കാരണം നമ്മുടെ അച്ഛനമ്മയുടെ കയ്യിൽ ക്യാഷ് ഉണ്ട്, നമുക്കിപ്പോൾ ഇതിനെടുത്ത് പിടിച്ച് നമ്മൾ ക്യാഷിൻ്റെ ആവശ്യമില്ല. പക്ഷെ അങ്ങനെയല്ലാതെ ഇപ്പോൾ ട്രാവൽ ചെയ്യാനൊക്കെ ആയിട്ട് വരുന്ന ആൾക്കാർ, നേരെ ട്രാവൽ ചെയ്തേക്കാൻ ചിന്തിച്ച് വരുന്ന ആൾക്കാരാണെങ്കിൽ അവർ പെടും, ഉറപ്പാണ്. കാരണം നമ്മൾ പിന്നെ അതിലൊരു മാർഗ്ഗം എന്ന് വെച്ചാൽ എസ്പെഷ്യലി ഫ്രം കാനഡ എന്നുള്ള ആൾക്കാർ സ്കോഷ്യ ബാങ്കാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ സ്കോഷ്യ ബാങ്ക് യൂസ് ചെയ്ത് വെസ്റ്റേൺ യൂണിയൻ മണി ട്രാൻസ്ഫറിൻ്റെ അങ്ങോട്ടേക്ക് നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്തിട്ട്, അതായത് നിങ്ങളതിൻ്റെ പേരിൽ നിങ്ങൾ ട്രാൻസ്ഫർ ചെയ്ത് അവിടെ പോയി ക്യാഷ് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമ്മൾ നിൽക്കുന്ന എല്ലായിടത്തും വെസ്റ്റേൺ യൂണിയൻ്റെ ഔട്ട്ലെറ്റ് ഉണ്ടാവണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. അപ്പോൾ അതൊരു വലിയ ഒരു തിരിച്ചടി തന്നെയാവാം. അപ്പോൾ നമ്മുടെ കയ്യിൽ പൈസ ഇല്ലാണ്ടായി. അവസാനം പൈസ പിന്നെ എങ്ങനെ പൈസ ഉണ്ടാക്കണം അവസാനം. എന്നിട്ട് നമ്മൾ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ഈ തലേദിവസം ഈ ഹോട്ടൽ കാരണവും ഫോണ് കാരണവും ഫുഡ് കാരണമൊക്കെ വലഞ്ഞ് സീൻ കാരണം നമുക്ക് നമ്മൾ പൈസ ചിന്തിച്ചു. ആ സ്ഥലത്ത് ഇവിടെ കാശുണ്ട്. പിറ്റേ ദിവസത്തേക്കും കാശ് ഇങ്ങനെ കുറഞ്ഞ് പൊക്കോട്ടേക്കാണ്. പുതിയ റൂമിലേക്ക് വന്നു. അവിടെ മറ്റേ റൂമുകാർ തമ്മിൽ കൂടി അടി ഉണ്ടാക്കുന്ന ലിറ്ററലി ഒരു ഭയങ്കര വേസ്റ്റ് ബിഹേവിയറാണ്. അവരെ എൻ്റെ അടുത്ത് ഒച്ചയിലൊക്കെ ഒക്കെ നടത്തി. അപ്പോഴത്തേക്കും പിന്നെ നമ്മൾ പറഞ്ഞ് ഇന്ത്യയിലാവട്ടെ ഞങ്ങൾ കൊണ്ടേ തിന്നെന്ന് പറഞ്ഞ് കാശും കൊടുത്തിട്ട് നമ്മൾ ഇറങ്ങി പോകുന്നു. ലിറ്ററലി അവർ 2000 രൂപയുടെ ഒന്നും ഇല്ല. അവർ അതേ സംഭവം തന്നെ അവർ ഓൺലൈനിൽ 1300 രൂപയ്ക്ക് വിത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഇട്ടിട്ടുണ്ട്. അത് അവർ കാണിച്ചു കൊടുത്തിട്ട് പോലും അവർ അത്രയും വേഴ്സ്റ്റ് ആയിട്ടുള്ള ബിഹേവിയറാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മൾ കാശില്ലാണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ പിന്നെ വെസ്റ്റേൺ യൂണിയൻ്റെ ഓഫീസിൽ പോയി എൻ്റെ നാട്ടിലുള്ള കൂട്ടുകാരനെ വിളിച്ചു വേണ്ടി എന്താ പൈസ സെറ്റാക്കാൻ എന്താ മാർഗം. ഞാൻ പറഞ്ഞു ഞാൻ ഇൻ്റർനാഷണലായിട്ട് അയച്ചു തീർത്ത് തരാം, എനിക്ക് ഒപ്പിച്ചാരോ എന്ന് ചോദിച്ചു. പറഞ്ഞു നീ ഗൂഗിൾ പേ ആർക്കെങ്കിലും ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുക, നീ അവരെ നീ ക്യാഷായിട്ട് വൈറ്റ് ക്യാഷായിട്ട് മേടിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിനു വേണ്ടി ട്രൈ ചെയ്തു. അതിന് നമുക്ക് വെസ്റ്റേൺ യൂണിയൻ്റെ കിട്ടി. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ അങ്ങനെ വന്ന് ഇപ്പോൾ വെസ്റ്റേൺ യൂണിയൻ്റെ അവിടെ ചെന്നപ്പോൾ പൈസ മേടിക്കാനായിട്ട് വന്നപ്പോൾ അവിടെ മുഴുവൻ ഈ എന്താ പറയുക ഭയങ്കര നമുക്ക് പേടി തോന്നുന്ന പോലത്തെ ആൾക്കാർ. ഒന്നാമത്തെ കാര്യം ഇവിടെ വന്ന് ഇത്രയും പറ്റിക്കൽ കിട്ടിയ കാരണം നല്ല പേടിയുണ്ട്. അപ്പോൾ അത് കാരണം അവിടുന്ന് പൈസ നമ്മൾ മേടിച്ചില്ല. നമ്മൾ ഇറങ്ങിയിട്ടിപ്പം എന്നാൽ പിന്നെ എന്താ വേണ്ട പൈസ ഇപ്പോൾ അവിടെ നിന്ന് മേടിക്കണ്ട. ഒന്നുകിൽ കേരള ഹൗസിൽ പോവാം, അല്ലെങ്കിൽ സർപ്രൈസ് പൊട്ടിച്ചു
ദിവസം പോയിരിക്കും. അത് മസ്റ്റാണ്. ഇന്ന് പോകാൻ പറ്റുവാണെങ്കിൽ ഇന്ന് പോകും, അല്ലെങ്കിൽ അടുത്ത ദിവസം പോകും. അപ്പം ഞാനിങ്ങനെ വന്ന് വഴിക്ക് ഇങ്ങനെ നോക്കി വന്നപ്പോൾ കാലത്തേക്ക് ഒരു സ്കൂട്ടി എത്തിക്കാൻ പറ്റുമോ നോക്കുന്നുണ്ട്. പിന്നെ ഫോണിൻ്റെ അഡാപ്റ്റർ ആയിട്ടുണ്ടായിരുന്നില്ല. അത് നമ്മൾ പിന്നെ ഒരു പുള്ളിയുടെ അടുത്ത് പോയി വാങ്ങിച്ചു. എൻ്റെ മോനെ കയോട്ടിക് എന്നൊക്കെ ആൾക്കാർ വീഡിയോസിൽ പറയണം ഞാൻ കേട്ടിട്ടുണ്ട്. ലിറ്ററലി ദിസ് ഈസ് കയോട്ടിക്. അത്രയ്ക്ക് ഹെക്റ്റിക്കാണ് ഡൽഹി. ആൻഡ് നീറ്റ്നെസ് ഇല്ല. ഭയങ്കര ചീപ്പ് ഫുഡും ഭയങ്കര ഹൈ ക്ലാസ് ഫുഡും കിട്ടും. അപ്പം ഇതൊന്നും അല്ലാതെ അടുത്തൊരു ഇഷ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോട്ടൽ കിട്ടിയതാണെങ്കിലും അത് കുറച്ച് ഉള്ളിലോട്ടാണ്. അപ്പോൾ വെട്ടമഴിച്ചൊക്കെയുള്ള സ്ഥലമാണെങ്കിൽ പോലും കുറച്ച് സ്കയറി അറ്റ്മോസ്ഫിയർ ആയതുകൊണ്ട് നമ്മൾ അത്രയും ഡീപ്പിലേക്ക് പോകണമെന്ന് വിചാരിച്ചിട്ട് പൈസ ഇപ്പോൾ വാങ്ങിച്ചിട്ടില്ല. പൈസൻ്റെ നാളെ രാവിലെ പോയി മേടിക്കണം. സ്കൂട്ടി ഒപ്പിക്കാനുള്ള പ്ലാൻ നോക്കട്ടെ. അത് കിട്ടുവാണെങ്കിൽ അതും പൊളിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നാളെ പൊളിക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ 2 ദിവസം കഴിഞ്ഞ് കടന്നു പോയ പോലെ വീണ്ടും നാളെയും കടന്നു പോകും. എനിക്കറിയില്ല. ദിവസം ഒന്നാമത് ഈ ഈവനിങ് ആകുമ്പോഴത്തേക്കും അങ്ങനെ തണുക്കും. മുഴുവൻ കണ്ണൊക്കെ ചുവന്ന് അല്ലെങ്കിൽ ഈ സമയത്ത് പണ്ടാരം ഉറക്കാം. ഞാൻ ഇന്നലെ വൈകുന്നേരം 4 മണിക്ക് 3 മണിക്ക് അങ്ങോട്ട് കിടന്നുറങ്ങി. അത്ര സീനായിരുന്നു എനിക്ക്. അപ്പോൾ ഇപ്പം എത്ര ദിവസം എടുക്കും ഇതൊന്ന് മാറി കിട്ടാമെന്ന് എനിക്കറിയില്ല. എന്നാലും നമുക്ക് ഇന്ത്യ കയറ്റി കാണാം. ഞങ്ങളിപ്പോൾ ഇറങ്ങി വന്ന മെട്രോ സ്റ്റേഷനാണ് ഈ കാണുന്നത്. നല്ല അടിപൊളിയായിട്ട് കളർ സെറ്റ് ചെയ്ത് പതാകയുടെയൊക്കെ കളറിൽ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ബിൽഡിംഗ് കൂടെ ആയിരുന്നു അത്. അങ്ങനെ കുറേ ബിൽഡിങ്സ് ഞാൻ ഡൽഹിയിൽ വെച്ച് കണ്ടായിരുന്നു. പിന്നെ ഇതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്ത് വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത് ഭയങ്കര ലോങ് വീഡിയോ ആണ്. ഒരു 19 മിനിറ്റൊക്കെ വരുന്ന ഭയങ്കര ലോങ് വീഡിയോസ്. അപ്പം അത്രയും നേരം നിങ്ങളിവിടെ പിടിച്ചെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കരമായിട്ട് മുഷിഞ്ഞു. അതുകൊണ്ട് ഞാനിതൊരു ചെറിയ 2023 സീരീസായിട്ട് സ്റ്റാർട്ട് ചെയ്യാനാണ് പ്ലാൻ ചെയ്യണത്. ഒരു 18 മിനിറ്റ്സിന് താഴെ വരുന്ന ചെറിയ വീഡിയോസായിട്ട് ഈ എൻ്റെ 2023-ലുണ്ടായ സംഭവങ്ങളെല്ലാം ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു സീരീസ്. ഐ ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ്. എനിക്കറിയാം ഈ വീഡിയോ ഒരു പുതിയ സംഭവത്തിനെക്കുറിച്ചോ പുതിയ ഭക്ഷണത്തിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥലത്തെക്കുറിച്ചോ ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ അല്ല. എനിക്കുണ്ടായ ഒരു ബാഡ് അനുഭവം അത് ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നൊരു വീഡിയോ ആണിത്. ബട്ട് ഐ എം ജസ്റ്റ് ട്രൈങ് ടു ഡു സംതിങ് വിച്ച് ഐ ആക്ച്വലി ലൈക്ക് ടു ഡു. ദിസ് ഈസ് ജസ്റ്റ് എ സ്റ്റാർട്ടിങ് ഓഫ് മൈൻ. ഞാൻ ശ്രമിക്കുകയാണ്. എന്നെക്കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കൺവേ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ് ആൻഡ് ലൈക്ക്.